അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ് തീവ്രവാദം എന്നാണ്. തീവ്രവാദം എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക തലത്തിൽ ഈ തീവ്രവാദം എന്നുള്ള വാക്ക് ഒരു ചാപ്പയടിക്കാനും ആളുകളെ ഡീലെജിറ്റിമൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്കിനെ ഡിഫൈൻ ചെയ്യാൻ റിസർച്ചേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് തീവ്രവാദത്തിന് വേണ്ടി ഒരു വർക്കബിൾ ഡെഫിനിഷൻ നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇന്നിവിടെ റെഫർ ചെയ്യുന്നത് ജെഫ് ഗുഡ്വിൻ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് കൊണ്ടുവന്ന ഒരു ഡെഫിനിഷനാണ്. അത് ഞാനൊന്ന് സ്ക്രീനിൽ കാണിക്കാം. എനി ടാക്ടിക് ഓർ സെറ്റ് ഓഫ് ടാക്ടിക്സ് used by any government, group, organization or individual in pursuit of a political goal which is intended to kill or harm civilians or non-combatants so as to frighten, intimidate, demoralize, provoke or pressure other civilians and or political leaders. ഞാനത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിനായി മറ്റ് പൗരന്മാരെയോ രാഷ്ട്രീയ നേതാക്കളെയോ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, മനോവീര്യം തകർക്കുക, പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുക എന്നീ ഉദ്ദേശങ്ങളോടെ സാധാരണക്കാരെയോ യുദ്ധത്തിൽ പങ്കാളികളല്ലാത്തവരെയോ നോൺ കോമ്പാറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൽ പങ്കാളികളല്ലാത്തവർ, യുദ്ധത്തിൽ പങ്കാളികളല്ലാത്തവരെയോ കൊല്ലാനോ ഉപദ്രവിക്കാനോ വേണ്ടി ഏതെങ്കിലും സർക്കാരോ ഗ്രൂപ്പോ സംഘടനയോ വ്യക്തിയോ ഉപയോഗിക്കുന്ന ഏതൊരു തന്ത്രവും അല്ലെങ്കിൽ തന്ത്രങ്ങളുടെ ഒരു കൂട്ടവും തീവ്രവാദമായി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ നിർവചനപ്രകാരം ഈ തീവ്രവാദം ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റേറ്റിനും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, എന്നാൽ സ്റ്റേറ്റ് അല്ലാത്ത ആക്ടേഴ്സിനും ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ഇറാഖിൽ പോയി വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയി അവിടെയുള്ള നിരായുധരുടെ തലയിൽ ബോംബിടുന്ന അമേരിക്ക ചെയ്യുന്നതും തീവ്രവാദം തന്നെയാണ്. അതേപോലെ തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന ആക്രമണവും ഒരു തീവ്രവാദ ആക്രമണം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ സ്കോപ്പ് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ തീവ്രവാദത്തെക്കുറിച്ചായിരിക്കില്ല. അത് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ സംഘടനകളുടെയോ ഗ്രൂപ്പിനെ കുറിച്ചായിരിക്കും. ഉദാഹരണത്തിന് ഐസിസ്, മുജാഹിദീൻ ഗ്രൂപ്പ്, ലഷ്കർ ഇ തൈബ ഇങ്ങനെയുള്ള നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ തീവ്രവാദത്തെക്കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്.